ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ റെജി ലൂക്കോസ്. നേതാക്കന്മാരെ അല്ലെങ്കിൽ നയിക്കുന്നവരെ അതിമാനുഷ്യനായും ദൈവതുല്യനുമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആ നിലപാട് തുടർന്നോട്ടെ. അപ്പോഴും ഒരു വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയങ്ങൾ, ഒരു ചർച്ചകളൊക്കെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമയത്ത് സമൂഹ മാധ്യമങ്ങൾ നടക്കുന്നില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയില്ല. അത്തരം ചർച്ചകൾ നടക്കുന്നത് അത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമായി പാർട്ടിക്കകത്ത് നിന്ന് വിലയിരുത്തപ്പെടുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വിലയിരുത്തപ്പെടുകയോ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിനു മുൻപ് നേരത്തെ ഈ പറഞ്ഞവർക്കുള്ള മറുപടി, പാർട്ടിക്ക് വന്നിരിക്കുന്ന കാതലായിട്ടുള്ള ഒരു മാറ്റം, എനിക്ക് തോന്നുന്ന ഈ ചർച്ചയിൽ ഏറ്റവും ബഹുമാനരായ 3 പേരാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീവാർ സാറും പൊടിവാർ സാർ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെയാണ്. അവര് പോലും ഈ അറ്റാക്കിംഗ് മൂഡിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോയില്ല. കാരണം എന്താ പറയുക, സാധാരണ ശ്രീവാർ സാറൊക്കെ അങ്ങോട്ട് കടന്ന് ആക്രമിക്കുന്നത്, അതിനുള്ള കഴിവുള്ള മനുഷ്യനും അദ്ദേഹം പാർട്ടിയിൽ നിന്നുള്ള ഇതില്. പക്ഷെ അവര് പോലെ ഒരു അറ്റാക്കിംഗ് മൂഡിലേക്ക് പോയത് കാരണം എന്താ, അവരുടെ ചിന്തിച്ചോ? അവരുടെ ഇപ്പൊ എന്നോട് പറഞ്ഞ 2 വാക്കുകളോട് ഞാൻ അതിശയത്തോട് കേട്ടുപോയി. വ്യക്തിപൂജ, ഭക്തി എന്നൊക്കെ പറഞ്ഞാല്, വ്യക്തിപൂജ അല്ല ഭക്തി, പിന്നെ വ്യക്തിപൂജ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ? എന്താണ് പിന്നെ അവരുടെ പാർട്ടിയെ കുറിച്ച് ഈ രീതിയിലൊക്കെ നിങ്ങൾ കുറിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എവിടെയെങ്കിലും ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടൊരു കാര്യത്തിൽ പിണറായി വിജയനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നേതാവിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞൊരു പാട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുമോ? പറയൂ പ്ലീസ്. നിങ്ങൾക്ക് പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ ചെങ്കൊടിയെ കുറിച്ചും ആ പ്രസ്ഥാനത്തെ കുറിച്ചും വാഴ്ത്തുപാട് പാടും. അത് വാഴ്ത്തുപാട്ടെന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വർണ്ണിച്ചോളൂ, ഞങ്ങൾ അതിനെ വാഴ്ത്തും. എന്താ സംശയക്കാര്യത്തിൽ? ഞങ്ങളുടെ CPM എന്ന് പറഞ്ഞ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയങ്ങളില്ല. കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നല്ലത് പറയല്ലേ? നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. പിണറായി വിജയനെ കുറിച്ച് ഒരു നല്ല വാക്ക് ഒരാളും പറയാൻ പാടില്ല. ഒരു സർവീസ് സംഘടന നടത്തിയ അവരുടെ ഒരു മന്ദിര ഉദ്ഘാടനത്തിന്റെ പേരിൽ പിണറായി വിജയനെ കുറിച്ച് ഒരു കവിയുടെ സ്വാതന്ത്ര്യത്തിന് അദ്ദേഹം ഒരു ഗാനം രചിച്ചു, അത് അവർ പാടി. പിണറായി വിജയനെ കുറിച്ച് നല്ല വർത്തമാനം പറയാൻ പാടില്ലേ? എനിക്കറിയാൻ പറ്റാത്ത ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു പോലെ ഇങ്ങനെയുള്ള നേതാക്കന്മാര് ലോകരാഷ്ട്രങ്ങൾ എടുക്കൂ. അപ്പൊ വ്യക്തികളുടെ വ്യക്തിപ്രഭാവങ്ങൾ വരുമ്പോഴത്തേക്കും ആർക്കും അവരെ കുറിച്ച് നല്ലത് പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങളെ പോലുള്ളവര് ഒരു സമ്മതിക്കാത്ത നിങ്ങൾക്കിടെ മനസ്സിലുണ്ടാകുന്ന CPM വിരോധം മാത്രം, കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, അവരോട് ഞാൻ വളരെ ഹമ്പിളായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങള്, പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങള്, വിദ്യാഭ്യാസം തോറും വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ സമൂഹം എന്തുകൊണ്ടാണ് ഇതൊന്നും മുഖവരിക്കെടുക്കാത്തത്? അവർക്കൊന്നും അറിയത്തില്ലേ? ഇതൊക്കെ റെഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ലേ? PJ ആർമി പോലെയുള്ള സമ്പ്രദായങ്ങളും പാർട്ടി കുറച്ചു കഴിയുമ്പോൾ അംഗീകരിക്കും അല്ലെ? സ്വാഭാവികം. ഇതൊന്നും വലിയ വിഷയമല്ലല്ലോ. ഞാനത് പറയാൻ വരുമായിരുന്നു PJ ആർമിയെ കുറിച്ച്. അത് അവരുടെ ചോദിച്ചത്, PJ ആർമി എന്ന് പറയുന്ന കുറെ ചെറുപ്പക്കാർ അവിടെ കൂടി അദ്ദേഹത്തിന് ജയരാജേട്ടന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് അദ്ദേഹമാണ് ആദ്യം തള്ളി പറഞ്ഞത്. എന്റെ പേരിൽ അങ്ങനെ എന്റെ വാക്ക് ഉപയോഗിച്ചോണ്ട് അത്തരം ഗ്രൂപ്പുകൾ എന്തിനാണ് നിഷേധിക്കുന്നത്? ഇതൊക്കെ കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ അത്തരം ഗ്രൂപ്പുകളും മാറ്റമാണല്ലോ. ഇത്തരം സൈബർ ഗ്രൂപ്പുകളൊക്കെ ആണല്ലോ സിനിമാക്കാരൊക്കെ അവർ റീച്ച് ഔട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അത്തരം നിലപാടുകളിലേക്ക് കൂടി വന്നുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, സിനിമാക്കാരുണ്ട്, അവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി, റീച്ച് കിട്ടാൻ വേണ്ടി, പണം കിട്ടാൻ വേണ്ടി അവർ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. അതുപോലെയാണല്ലോ CPM സംബന്ധിച്ച് അങ്ങനെ തന്ത്രങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ അതുപോലെയല്ല CPM അല്ലേ? അതാണ് ശ്രീ റെജി ലൂക്കോസ്, ആ 3 പാനലിസ്റ്റുകളും പറയുന്നത് അതാണ്. അതുപോലെയല്ല CPM എന്ന് ഇനി പറയരുത് എന്നാണ് പറയുന്നത്. താങ്കളും ആ വരിയിലെത്തിയതുകൊണ്ട് അതെ, അവരുടെ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. ഞാൻ ഈ 3 പേർക്ക് ഞാൻ ഒറ്റയ്ക്കില്ല. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ടേ. നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ലോക പ്രശസ്തമായിട്ട് വേടിയാണ് ഉപയോഗിച്ചൂടെ? മാറ്റമില്ലാത്ത മാറ്റത്തിന് മാത്രമേ ഉള്ളൂ. കാലൻസ് അനുസരിച്ച് മാറുക എന്നുള്ളത് സങ്കുചിത മനസ്സുകാരുള്ളവർക്ക് അത് മാറാൻ പറ്റത്തില്ല. അവരൊക്കെ 50കളിലും 60കളിലൊക്കെ ജീവിക്കുന്നു. CPM ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്മെന്റ്സിന്റെ കാര്യത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു, ആശയത്തിന്റെ പേരിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ CPM മാറാത്ത ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? CPM മതേതര മതസൗഹാർദ്ദ സെക്യുലറിസത്തിന് വേണ്ടി വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റോ അതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാ. ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അത് മാറി. ഇപ്പൊ ഞാൻ ഒരു ഒറ്റ വാചകം പറയാൻ സമ്മതിക്കുമോ? കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? എന്താണ് ഇന്ന് എന്താ കണ്ടത്? ഇന്ന് ഒരു മനുഷ്യൻ 10-28 വർഷം മുമ്പ് ജയിലിൽ കിടന്ന മണിയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ സ്വയം പേര് മാറ്റി ഗോവരാക്കി. മരണത്തിന്റെ ദുരൂഹതയും സംശയങ്ങളും ഇതുവരെ വിട്ടുമാറിയില്ല. പോലീസും ഫോറൻസിക് സയൻസും പോസ്റ്റ്മോർട്ടത്തിന്റെ ഡോക്ടേഴ്സും പറയുമ്പോഴും അയാളെ ഹോസ്പിറ്റലിൽ പോലും രഥത്തിൽ ഘോഷയാത്ര നടത്തി. ഉത്തരേന്ത്യയിൽ പോലും കാണാത്ത രീതിയിൽ കേരളത്തിൽ ഘോഷയാത്ര നടത്തിയതെല്ലാം പോയി നിങ്ങൾ ഈ ക്യാമറ വെച്ച് ഈ ലോകത്തെ മുഴുവൻ കാണിച്ചില്ല. ലജ്ജയില്ല നിങ്ങൾക്ക്? അത്ര വലിയ മഹത്വം കേരളത്തിലെ പരിഷ്കൃത കേരളത്തിലൊന്ന് അപാധാനത്തിനോട് എന്ത് ചെയ്ത ആളാണ് അയാള്? ആരാണ്? നിങ്ങൾ പറയൂ. അങ്ങനെ ഒരു വ്യക്തിയെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ വിശ്വസിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്ന 2 മക്കളെ നിങ്ങൾ പാടിപ്പോഴ്ത്തിയില്ലേ?
നിങ്ങൾക്ക് ദുർബല മനസ്സുള്ള അന്ധവിശ്വാസികളുടെ മനസ്സിൽ നിങ്ങളൊരു വ്യക്തിത്വത്തിനെ അടിച്ചേൽപ്പിക്കൽ ചെയ്ത് കേരളത്തിൽ നിങ്ങൾക്ക് ലജ്ജയില്ലായിരുന്നുണ്ട് പിണറായി വിജയൻ എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ ഇതുപോലെ നവോത്ഥാനത്തെ കുറിച്ചൊക്കെ ഇനി എത്ര കാലം പറയും? ഇന്നീ കാണും കേരള ഭൂമി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ. എന്താണ് ലോജിക്ക്? എന്താണ് അതിന്റെ സയൻസ്? എന്താണ് അതിന്റെ ഹിസ്റ്ററി? നിങ്ങൾ ഈ പാട്ടിന്റെ ഹിസ്റ്ററി എന്ത് നവോത്ഥാനമാണ് പറയുന്നത്? നിങ്ങളും പറയുന്നത് ഈ കാൽപ്പനികതയാണ്. നിങ്ങൾ പറയുന്നത് ഒരു കാൽപ്പനികത, അവര് പറയുന്നത് വേറെ കാൽപ്പനികത. അപ്പൊ അതിനെ അങ്ങോട്ട് അംഗീകരിച്ചോ? ഈ പറയുന്ന അപരിഷ്കൃത നാട്ടിപ്പോ ശിലായുഗത്തിൽ പോലും കാണാത്ത രീതിയിലുള്ള അപരിഷ്കൃതമായ നടപടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നിട്ട് അവരുടെ അതിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ സത്യം പറയണം, ഒരിക്കലും പ്രതീക്ഷിച്ചില്ലോട്ടോ. എനിക്ക് തോന്നി പാനലിസ്റ്റുകൾ ആരും പിന്തുണയ്ക്കുന്ന എനിക്ക് തോന്നില്ല. ഞാൻ നിങ്ങൾ എങ്ങനെ പറയുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് പറയുന്നല്ല, ഇതെങ്ങനെ പറയും? ഇടതുപക്ഷം ഇതെങ്ങനെ പറയും? ഇടതുപക്ഷം ഇതിനെ എങ്ങനെ എതിർക്കും? നിങ്ങൾ CPM എങ്ങനെയാണ് ആ സംഭവമായിട്ട് കമ്പയർ ചെയ്യുന്നത്? അതാണ് ഞാൻ ചോദ്യം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പറഞ്ഞ പാർട്ടി ഇതിനൊക്കെ എതിരെ നിൽക്കുന്നവരല്ല. അവിടെ ഈ വിഷയം പുറത്തു കൊണ്ടുവരികയും ഈ പറയുന്ന ഒരു മനുഷ്യനെ പോലും കാണിക്കാതെ നിയമവ്യവസ്ഥയെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് അർദ്ധരാത്രിയിലും പാതിരാത്രിക്കും ഒറ്റയ്ക്കിരുന്നൊരു മനുഷ്യനെ കുഴിയിൽ ഇറക്കി വെച്ചേനെ അവിടെ ചോദ്യം ചെയ്ത് തന്നിടമുള്ള CPM പ്രവർത്തകർ നിങ്ങൾ അറിയാമല്ലോ, LDFന്റെ പ്രവർത്തകരാണ് ചോദ്യം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യക്ക് ഒരു നിയമമുണ്ട്. ഇവിടെ അവരെ അനുകൂലിക്കുന്നു പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തള്ളി പറഞ്ഞു. അത് അവരുടെ ഒരു ഇന്റർവ്യൂല് ഞാൻ മുഴുവൻ കണ്ട ആളാ യൂട്യൂബില്, അറിയോ? ആ അവരുടെ ഇരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കുമ്പോൾ അതിനെ CPM ആയിട്ട് ഈ നടന്ന മഹാസമാധി അനാചാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം അവിടെ പ്രതിഷേധ മാർച്ച് നടത്തുകയായിരുന്നു ഇത്രയും നേരം, അല്ലെ? ഇതിനൊക്കെ എതിരെ അവിടെ പ്രതിഷേധ മാർച്ചും പ്രക്ഷോഭവുമായിരുന്നു അവിടെ, അല്ലെ? അല്ല, നിങ്ങളത് മനസ്സിലാക്കിയേ. ഞങ്ങളൊക്കെ ഒരു ചാനലുണ്ട്, കൈരളി ചാനലെന്നാ. ആ ചാനലിൽ ഘോഷയാത്ര കാണിച്ചിട്ടില്ല. ബാക്കിയുള്ള ചാനലുകാരെല്ലാം ഇയാളെ ദൈവമായിട്ട് അടുത്തത് ഇന്ന് മുതലാണ് ദൈവമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ചാനലുകാർ പലരും നിങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാവും. മൈക്കുമായിട്ട് 4-5 റിപ്പോർട്ടർമാർ പോയി ഈ ഇവന്റെയൊക്കെ മുമ്പിൽ മൈക്ക് വെച്ചുകൊണ്ട് അപരിഷ്കൃതവും അസംസ്കാരമായിട്ടുള്ള വാക്കുകൾ പറയുന്ന ഒരു മൈക്ക് വെച്ച് കേരളത്തിന്റെ മനോഭാവത്തെ പൊതുബോധത്തെ നിങ്ങൾ ലോകത്തിന് മുമ്പിൽ അവമാനിച്ചില്ല. ഞാനത് പറയും, ഒരിക്കലും സംശയമില്ല കാര്യത്തിൽ. യഥാരാജ തഥാ പ്രജ എന്നാണ് ശ്രീ രജു ലൂക്കോസ്. ഇതല്ലെങ്കിൽ ശക്തമായിട്ട് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ കേരളത്തിൽ? ഇങ്ങനെയുള്ള ചില അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ജാഥകളും റാലികളും അല്ലെങ്കിൽ സെമിനാറുകളും ഒക്കെ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഒരെണ്ണം നെയ്യാറ്റിൻകരയിൽ നടത്തിയിട്ടുണ്ടോ ഇടതുപക്ഷം? അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുവന്ന നരേഷൻ 3-4 ദിവസം അതിനുള്ള മറുപടി ഞാൻ പറയാം. 3-4 ദിവസമാണ് നിങ്ങൾ കൊണ്ടുവരുന്ന നരേഷൻ എന്തായിരുന്നു? നിങ്ങൾ പറയൂ. കേരളത്തിലെ സംബന്ധിച്ചോളം കേരളത്തിൽ പുതിയ ദൈവങ്ങളും പുതിയ ബോഡി വേസ്റ്റിനെയൊക്കെ ആരാധിക്കുന്ന രീതിയിൽ നിങ്ങൾ അവിടെ പോയി കാണിച്ച കോലാഹലങ്ങളിൽ മറുപടി പറഞ്ഞാൽ അത് മുസ്ലിമാണെന്നും അത് ഹിന്ദു വിരോധമാണെന്നും ഒക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ആ 2 പേരുടെ മുമ്പിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വായടപ്പിച്ചില്ല. ഇനി പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരാവോ? ഹിന്ദുക്കൾക്കെതിരാകുമോ എന്ന് കരുതുന്നത് നിങ്ങളാണ്. രാഷ്ട്രീയക്കാർക്കാണ് ഇത് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരാകുമോ എന്ന് കരുതുന്നത്. ഞാൻ ചോദിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നെയ്യാറ്റിൻകര പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ രജു ലൂക്കോസ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ അപജയമാണ് ഈ കേരളം ഉണ്ടായതിനു ശേഷം കണ്ട ഏറ്റവും വലിയ അപജയങ്ങളിൽ ഒന്നാണ് നെയ്യാറ്റിൻകര നടന്നത്. നിങ്ങൾ മൈക്ക് നീട്ടിക്കൊണ്ട് ക്യാമറയും കൊണ്ടുപോയി അതിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ലജ്ജയോടുകൂടി പറയുന്നത് വിമർശിക്കാൻ എനിക്ക് അവകാശമില്ലേ? കാരണം എന്തുകൊണ്ടാ? നിങ്ങൾ CPM അതേ മുഖത്തിൽ കെട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ എനിക്കൊരു മറുപടി വരണം. എന്നെ എത്രയോ പേര് വെളിയിൽ വിദേശത്ത് വിളിച്ചു. ഞാൻ ജോലി ചെയ്ത് അതിനുള്ള ഉത്തരം തരാം. ശ്രീ ഉമേഷ് ബാബു, നവോത്ഥാനത്തിന് വേണ്ടി പറയേണ്ട, അനാചാരത്തിന് വേണ്ടി പറയേണ്ട, പ്രതിഷേധിക്കേണ്ട. ശ്രീ രജു ലൂക്കോസ്, ഒറ്റ സെക്കൻഡ്. ശ്രീ രജു ലൂക്കോസ്, നമ്മൾ തമ്മിൽ മാത്രം ചർച്ച ചെയ്ത് തീരണ്ടല്ലോ, മറ്റ് പാനലിസ്റ്റുകളുണ്ടല്ലോ. അതുകൊണ്ട് ശ്രീ ഉമേഷ് ബാബു, നവോത്ഥാനത്തിന് വേണ്ടി പറയേണ്ട, അനാചാരമുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ട, പ്രക്ഷോഭം നയിക്കേണ്ട യുവജന സംഘടനകളൊക്കെ ഉണ്ട് ഇടതുപക്ഷത്തിന്. പക്ഷേ ഈ തരത്തിൽ വ്യക്തിപൂജയും ആരാധനയും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലാണ്, എത്ര ശക്തമായിട്ടാണ് പ്രതിഷേധിക്കാൻ വരിക? എങ്ങനെയാണ് ഈ പ്രതിഷേധിക്കേണ്ടതാണ് ഇതൊക്കെ എന്നുള്ള സന്ദേശം കൊടുക്കാൻ കഴിയുക? ഇത് ആരുടെ പ്രശ്നമാണ്? മാധ്യമങ്ങളുടെ ആണോ?